ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറയണ എനിക്ക് കുറച്ച് അസൂയ തോന്നുന്നുണ്ട്. കാരണം 25 വയസ്സിന് അകത്തുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് 2-3 വർഷം കൊണ്ട് ഈ ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണക്ട് ചെയ്യുക. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ കണക്ട് ചെയ്തത്. അതാണ് Coin4. ഓക്കെ, അത് ശരിക്കും ഞാൻ പറഞ്ഞു വെബ് 3 കണക്ട് ചെയ്തു. ഇന്ന് ലേറ്റസ്റ്റ് ടെക്നോളജി നമുക്കറിയാം. ഇന്റർനെറ്റിന്റെ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ലാസ്റ്റ് സ്റ്റേജിലോട്ട് നിൽക്കുകയാണ്. വെബ് 3 എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കറിയാം. ഇന്റർനെറ്റിന്റെ നെക്സ്റ്റ് വർഷം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇന്ന് ലോകം മൊത്തം ബ്ലോക്ക് ചെയിനിലോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇന്ന് ബ്ലോക്ക് ചെയിനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ UAE തന്നെയുണ്ട്, ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ഇന്ന് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഞാൻ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെബ് 3യെ കുറിച്ചോ അല്ലെ ഡീസെൻട്രലൈസേഷൻ കുറിച്ചോ നമുക്ക് ഇന്ന് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഇനി കമ്മിങ് പ്രോജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരിക്കും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ അക്സസിബിലിറ്റി ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എവിടെ നിന്നാണ്? ദുബൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും, ഇത് എത്ര രാജ്യത്തുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലുള്ള ആൾക്കാരുണ്ട്, കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ. എനിക്ക് തോന്നുന്നത് 5 സംസ്ഥാനത്തിലുള്ള ആൾക്കാർ ഇതിനകത്ത് പോകും. ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. UAE ഉണ്ട്, ഖത്തറിലുണ്ട്, പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാം, ഓഫ്ലൈനിൽ ചെയ്യാം, ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്നെ ഇതിലോട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏതൊരു മേഖലയിൽ ഏതൊരു ബിസിനസ് എടുത്തോട്ടെ അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിന് ശരിക്കും പറയുന്ന ആക്റ്റീവ് ഇൻകം എന്ന് പറയാം, വർക്കിംഗ് ഇൻകം. നമ്മൾ വർക്ക് ചെയ്താൽ പൈസ കിട്ടും. ഇപ്പൊ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ദുബൈയിലാണ്. പറഞ്ഞു, എയർപോർട്ടിനകത്താ ജോലി ചെയ്യുന്നത്. എല്ലാ മാസവും ഒരു പ്രാവശ്യമാണ് എനിക്ക് സാലറി കിട്ടുന്നു. 2 പ്രാവശ്യം കിട്ടത്തില്ല, ഒരു പ്രാവശ്യം കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പൊ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത, നിങ്ങൾ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്യുന്ന ഡേ 1 തൊട്ട് നിങ്ങൾക്ക് 2 ഇൻകം സ്റ്റാർട്ട് ചെയ്യും. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തി 6 കോൺട്രാക്ട് എടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ 3-ാമത്തെ 6-ാമത്തെ കോൺട്രാക്ട് എന്ന് പറയുന്നത് നോൺ വർക്കിംഗ് ഇൻകം ആണ്. നിങ്ങൾ ഈ ബിസിനസ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന Coin4 എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആരെങ്കിലും പുതുതായിട്ട് ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, 3-ലോ 6-ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ള കാര്യം ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡേ 1-ൽ തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഡേ 1-ൽ തന്നെ 3-ഉം 6-ഉം കോൺട്രാക്ട് എടുത്തിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു ഇന്ത്യൻ മണി എടുക്കുന്ന 35-40,000 പ്ലസ് ഈ പറയുന്ന നോൺ വർക്കിംഗ് ഇൻകം അല്ലെങ്കിൽ ഗ്ലോബൽ പൂൾ ഇൻകം എനിക്ക് നേടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ബിസിനസ്സിനകത്ത് ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻകം പൊട്ടൻഷ്യലാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു കോൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞു ഇന്ന് ഒരുപക്ഷെ ഇനി ലോകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ്. ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും കണക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ്, ഇന്ന് ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റ് ഇപ്പൊ ദുബൈയിൽ തന്നെയുണ്ട്, ക്രിപ്റ്റോ ബേസ്ഡ്. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് കൂടുതലുള്ളത്. ഇപ്പൊ എന്നെ അടുത്തൊരു സുഹൃത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാൻ കൊടുക്കാനായിട്ട് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ വാലറ്റ് തുറന്നു കാണിച്ചപ്പോഴത്തേക്ക് ഏകദേശം $5,000 കിടക്ക്. അങ്ങനെ ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് എക്സൈറ്റ് ആണ്. ഡോളർ ഉണ്ടല്ലോ, നമുക്ക് ബിസിനസ് ധൈര്യമായിട്ട് കൊണ്ടുവരാൻ മതി. സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഡോളർ സെൻട്രലൈസ്ഡ് വാലറ്റ് ആണ് അദ്ദേഹത്തിന്റെ നിൽക്കുന്നത്. കാരണം അത് പൈസ എടുക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ഡെവലപ്പറുടെ കൺട്രോളിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഓരോ വ്യക്തികളും നമ്മുടെ വാലറ്റ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വാലറ്റാണ്. നമുക്കൊരു ഗ്ലോബൽ പൂൾ പോലും ഇതിനകത്ത് വരുന്ന സമയത്ത് $1 ആയാലും $0.5 ആയാലും സ്പോട്ടിൽ തന്നെ നമുക്ക് അത് ക്യാഷ് എൻക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ അത്രയും സേഫ് സെക്യൂർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിജയിക്കണമെങ്കിൽ, നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ നമുക്കിത് ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ ഒരു ബിസിനസ് അല്ല ഇത്. ഇതൊരു ശരിക്കും ട്രഡീഷണൽ ബിസിനസ് കണക്കല്ല വർക്ക് ചെയ്യുന്നത്. ഇതൊരു ശരിക്കും ന്യൂ ജനറേഷൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ ബിസിനസ്സിനകത്ത് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ലക്കിയാണ്. ഈ ബിസിനസിന്റെ ബാലപാഠങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാക്കി മാറ്റാൻ പറ്റുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. കാരണം നമ്മൾ ഇതിനകത്ത് വരുന്ന സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പാണ്. ഏതൊക്കെയാണ്? 1 നമ്മളും, 2 ഈ പറയുന്ന പ്രോജക്റ്റ്, 3-ാമത്തെ പാർട്ട്ണറായിട്ട് വരാൻ പോകുന്ന എംപവർ ആണ്. എംപവർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മൾ പാർട്ടാകുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം, ഇതിനെ പറയേണ്ട സിസ്റ്റമാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം ഏതുപോലെ, ഇപ്പൊ ഇതിനകത്ത് നമുക്കറിയാം iPhone 16, നമ്മൾ ഇതിനകത്തിരിക്കുന്ന ഒരാളുടെ കയ്യിൽ ഒരു iPhone 16 ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ശരിക്കും നമ്മൾ Coin4 എന്ന് പറയാൻ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ iPhone 16 ആയിട്ട് കൂട്ടുക.
അതിനകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ, ഈ പറയുന്ന സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് സർവീസ് പ്രൊവൈഡർ വേണം. ശരിയല്ലേ? ഒരു വൈഫൈയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഒരു സിം കാർഡെങ്കിലും ഇട്ടാൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അതിന്റെ സ്ഥാനത്താണ് എന്ത് വരുന്നത്? എംപവർ. അതായത് നിങ്ങൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കണമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഏകദേശം ഒരു 18-20 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. എനിക്ക് ഈ പറയുന്ന ഒരു 10-30,000-40,000 ആൾക്കാരെയൊക്കെ ഒരുമിച്ചൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബിസിനസ്സിനകത്ത് എനിക്ക് വിജയിക്കണമെങ്കിൽ ആ നോളജ് വെച്ചിട്ട് പറ്റത്തില്ല. കാരണം ഇത് ഞാൻ പഠിച്ചേ പറ്റൂ. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയെ വിജയിപ്പിക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മളെ ബാക്കപ്പ് ചെയ്യാണ്ട്, അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു വിശ്വാസം വേണം. എന്ത് വിശ്വാസമാണ് വേണ്ടത്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോജക്റ്റിനെ, സിസ്റ്റത്തെ വിശ്വസിക്കുക. അതായത് നമ്മൾ ഈ പറയുന്ന കോയിൻഫോർജ്, ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഒരുപാട് ആൾക്കാർ എന്നെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ട്. സത്യം, കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് 1 മാസമേ പോകത്തുള്ളൂ. എന്നോട് പറഞ്ഞു 1 മാസമേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ. ചില ആൾക്കാർ പറഞ്ഞു 2 മാസം വരെ പോകും. അപ്പം ചില ആൾക്കാർ വന്ന് പറഞ്ഞു ഈ ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്കാരെ നോക്കി വെച്ചേക്കണം, അവർ ആ ഫോൺ നമ്പർ അഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചേക്കണോ, ഇങ്ങനെയൊക്കെ പറയും. നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടോ പുതിയ ആൾക്കാർ? ഹലോ, പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട്, അല്ലേ? ദേഷ്യം വരരുത്, ഒരു കൈ കൊടുക്കുക, ഷേക്ക് ഹാൻഡ് കൊടുക്കുക. അതാണ് ഈ ബിസിനസ്. കാരണം നമ്മൾ ആ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്നെങ്കിൽ എന്താണ്, നമുക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു വിശ്വാസം വേണം. അത് തുടക്കത്തിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷെ നിങ്ങൾ റെഗുലർ ആയിട്ട് മീറ്റിംഗ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് കണക്ട് ചെയ്ത ആൾക്കാരുമായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ 100% ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഈ ബിസിനസ്സിനകത്ത് വേണ്ട ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന ബിസിനസ്സും നിങ്ങളെ കണക്ട് ചെയ്തേക്കുന്ന, നിങ്ങളെ കൊണ്ടുവന്ന ഒരു അപ്ലൈനുണ്ട്, അല്ലേ? ഒരു വ്യക്തി ഉണ്ട്, അദ്ദേഹം ഉൾപ്പെടുന്ന ടീമാണ് എംപവർ എന്ന് പറയുന്നത്. ആ ടീമിനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് സക്സസ് ആവാൻ പറ്റും. ഏറ്റവും പ്രധാനം അതാണ്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ അപ്ലൈനെ കുറിച്ച് പറയാം. നമ്മളെ കൊണ്ടുവരുന്ന അപ്ലൈൻ, നമ്മൾ ഈ എംപവറിൽ വന്നേക്കുന്ന, നിങ്ങൾക്ക് അറിയാം, പവർഫുൾ ആയിട്ടുള്ള ഒരു പറ്റ ലീഡേഴ്സ് ഉണ്ട്. അവര് താഴെ നിങ്ങൾ വന്ന് ഈ ബിസിനസ്സിനകത്ത് കണക്ട് ആവുന്നു. ആ വ്യക്തിയെ നിങ്ങൾ 100% വിശ്വസിക്കണം. ആദ്യമൊന്നും വിശ്വാസം വരില്ല, പക്ഷെ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ ഈ ബിസിനസ്സിനകത്ത് അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റൂ. അതോടൊപ്പം തന്നെ നമ്മൾ ദൈവം, താൻ പാതി ദൈവം പാതി എന്നാ പറയുന്നത്, അല്ലേ? നമ്മൾ കുറെ ദൈവവിശ്വാസം. കാരണം ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്ന ശേഷം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ദൈവത്തെ. കാരണം ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാൻ ശരിക്കും പറയാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് വരിക. ഞാൻ ഇപ്പോഴും വളരെ എക്സൈറ്റഡ് ആണ്. ഒരുപക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നില്ലാതെ എന്താ ചെയ്യുന്നത്? ഇന്നിപ്പോ ഏകദേശം ഞാൻ വഴി ഏകദേശം 250-ലധികം ആൾക്കാർ എന്റെ ഓർഗനൈസേഷനിൽ വന്നു. ഇന്ന് അതിലൊക്കെ അവരൊക്കെ കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് കിട്ടിയ വരുമാനത്തേക്കാൾ കൂടുതൽ ഏകദേശം ഒരു 5-ലധികം ആൾക്കാർ 5 ലക്ഷത്തിൽ കൂടെ വരുമാനം മേടിച്ചിട്ടുണ്ട് എന്റെ ഓർഗനൈസേഷൻ. ഏകദേശം 100ഓളം ആൾക്കാർ 1 ലക്ഷത്തിൽ കൂടെ വരുമാനം മേടിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വഴി കുറെ ആൾക്കാർ സക്സസ് ആവുന്ന സമയത്ത് അവിടെയൊക്കെയാണ് ശരിക്കും ഞാൻ പറയാം ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നതാണ്. ഒരുപക്ഷെ ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളൊരു ശരിക്കും മനസ്സിലാക്കേണ്ട, ഈ ബിസിനസ്സിനകത്ത് ചെയ്യുന്ന ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട്. ഈ ബിസിനസ്സിനകത്ത് എന്ത് കിട്ടുമെന്ന് വെച്ചല്ല ഞാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്ത് നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചാൽ ഈ ബിസിനസ് ചെയ്യുന്നത്. അതാണ് ഈ ബിസിനസ്സിൽ എന്റെ സക്സസിലോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഏറ്റവും പ്രധാനം, നമ്മളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നുള്ളൂ. കോയിൻഫോർജ് അടിപൊളി കമ്പനിയാണ്, അല്ലെങ്കിൽ ബിസിനസ് ആണ്. എംപവർ അതിനേക്കാളും വലിയ തകർപ്പൻ സംഭവമാണ്. അമീൻ സാറും അസീം സാറും അവരൊക്കെ അടിപൊളിയാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യും, ഇഷ്ടംപോലെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് പല ആൾക്കാരും പറഞ്ഞു സാറ് ഭയങ്കര സംസാരിക്കാനൊക്കെ അറിയാം, എല്ലാം ഓക്കെയാണ്, സാറ് ഇപ്പൊ ഈ പറഞ്ഞ പൊസിഷനിലെ സാറിനൊക്കെ ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് കാണണമെങ്കിൽ ഒരു 1 ഇയർ 2 ഇയറിനകത്ത് ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, എന്നെക്കാളും അല്ലെ ഇവിടെ ഇരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ലീഡേഴ്സ്, നമ്മളെ പവർഫുൾ ലീഡേഴ്സിനെക്കാളും എത്ര വലിയ ലെവലിൽ വേണമെങ്കിലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. സാധാരണ ഒരു ബിസിനസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മേഖലയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്? മുകളിലുള്ള ആൾക്കാർ പൈസ കൊണ്ടുപോകും, അല്ലെ? ശരിക്കും ഒന്ന് ആലോചിച്ചാൽ മുകളിലുള്ള ആൾക്കാരാണ് പൈസ കൊണ്ടുപോകും. പക്ഷെ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ 7 മാസം ആയിട്ടുണ്ടെങ്കിൽ, ഇന്നോ നാളെയോ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ഈ മാസം വരുന്ന നവംബർ മാസം ഫുള്ള് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ 7 മാസം എംപവർ അല്ലെങ്കിൽ ഈ പറയുന്ന കോയിൻഫോർജിൽ ഉണ്ടാക്കി ഏതൊരു വ്യക്തിയെക്കാളും വരുമാനം ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ബിസിനസ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. മുകളിൽ താഴെയില്ല. ആരാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആ ലെവലിൽ ചെയ്യാൻ പറ്റും. അത് ഇന്ന് എക്സൈറ്റഡ് ആവുന്നത്, ഇന്നിപ്പോ 6
കോൺട്രാക്ട് നമുക്ക് ആൾറെഡി ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇത് പ്രീ ലോഞ്ചിങ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അടുത്ത മാസം ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും കറക്റ്റ് ഇൻഫർമേഷൻ പോലും കിട്ടാതിരിക്കുന്ന എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ 1-2 ദിവസം കൊണ്ട് ഇതിന്റെ ശരിക്കുള്ള സ്റ്റാർട്ടിങ്ങിലോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോകണം. അടുത്ത മാസം ഞാൻ പറയുന്നു, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ശരിക്കുള്ള സ്റ്റാർട്ടിങ് നടക്കാൻ പോകുന്ന നവംബറിലാണ്. ഒരു ടേക്ക് ഓഫിലോട്ട് നമ്മൾ പോകാൻ പോകണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഒരുപക്ഷെ 7 മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വരുമാനം പല ആൾക്കാർ, ഞാൻ പറയാം 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നു, ഇനി വരാൻ പോകുന്ന ഒരു 3 മാസം മുതൽ 6 മാസം സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഞാൻ കാണുന്ന ഒരു വ്യക്തിയെ സമയത്തോളം ഏറ്റവും കുറഞ്ഞൊരു 50 ലക്ഷത്തിന് 1 കോടിക്ക് മുകളിൽ വരുമാനത്തിലോട്ട് അടുത്ത 2026 എത്താൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ള ഒരു ബിസിനസ്സിലാണ് ഞാൻ പോസിബിലിറ്റി എന്ന് പറയുന്നത്. എന്താ പോസിബിലിറ്റി എന്ന് പറയുന്നത്? പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, സാധ്യതയുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഏകദേശം 100 എത്ര ആൾക്കാരുണ്ട്? ഏകദേശം 277 ആൾക്കാർ ഞാൻ ഉൾപ്പെടെ ഈ ബിസിനസിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ഈ പറയുന്ന ആരാണോ ഈ ബിസിനസ്സിനകത്ത് സീരിയസ് ആകുന്ന അവരെല്ലാം ഈ പറയുന്ന അച്ചീവ്മെന്റിലോട്ട് എത്തണം. അത് നിങ്ങൾ വിശ്വസിക്കണം. 100% നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ആദ്യം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മീറ്റിങ്ങും ഈ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് 100% നിങ്ങൾക്ക് ആ ലെവലിലോട്ട് എത്താൻ പറ്റും. അതിനുവേണ്ടി നമ്മളൊരു മാറ്റം, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് സക്സസ് ആയിട്ട് എത്തണമെങ്കിൽ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ മൈൻഡ് സെറ്റിൽ, നമ്മളിപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചിന്തിച്ചിട്ടിരിക്കുന്ന രീതി, നമ്മളൊരു എന്താ പറയുന്ന ഏത് കാര്യത്തെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു റിച്ച് മൈൻഡ് സെറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇന്ന് നിങ്ങളുടെ ഒരു 5 സുഹൃത്തുക്കളുടെ പേര് പറയൂ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ? അവരുടെ ആവറേജ് ആയിരിക്കും നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അല്ലേ? നിങ്ങളുടെ വരുമാനം എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇപ്പം ലിജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ വരുമാനം എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹം അസോസിയേറ്റ് ചെയ്യുന്ന 5 ആൾക്കാരുടെ പേര് പറഞ്ഞാൽ അവരുടെ സാലറി എനിക്ക് പറഞ്ഞാൽ മതി. അതിന്റെ ആവറേജ് 1 രൂപയും കൂടത്തില്ല. അപ്പൊ നമ്മൾ അസോസിയേഷൻ കൂട്ടേണ്ട കാര്യമുണ്ട് അല്ലേ? നമ്മൾ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ഈ ബിസിനസ്സിനകത്ത് വളരെ സക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ഇന്റേണലി എക്സ്റ്റേണലി മൊത്തത്തിൽ മാറണം. നമ്മൾ സംസാരിക്കുന്ന രീതി, പ്രവർത്തിക്കുന്ന രീതി എല്ലാം മാറണം. അതിനുവേണ്ടി എന്താ സഹായിക്കുന്നത്? ഇതിന്റെ മീറ്റിങ്ങും ട്രെയിനിങ്ങും നിങ്ങൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്ന ഒരു വ്യക്തിയെ അല്ല, ഈ ഇൻഡസ്ട്രിയിൽ വന്ന വ്യക്തിയല്ല, ഇന്ന് മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ആ ലെവലിൽ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് നമ്മളെ മൈൻഡ് സെറ്റ് ആവട്ടെ, ബിഹേവിയർ ആവട്ടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആവട്ടെ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഓക്കെയാണ്. എത്ര ആൾക്കാർ റെഡിയാണ് ഈ ബിസിനസ്? ഞാൻ എത്രയും പറഞ്ഞു കേട്ടോ, എത്ര ആൾക്കാർ റെഡിയാണ്? എങ്കിൽ ഞാൻ അടുത്ത കാര്യങ്ങൾ പറയാൻ പോകും. ഇതെല്ലാം എന്താ പറയുന്ന, ഞാൻ ഇതെല്ലാം ഫോളോ ചെയ്ത് ഈ വരുന്ന ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഞാൻ 100% ഈ ബിസിനസ്സും കൊണ്ടായി ഞാൻ പോകും എന്ന് തീരുമാനമെടുത്ത് എത്ര ആൾക്കാരുണ്ട്? അവരെയാണ് എനിക്ക് അറിയേണ്ടത്. ആകെ 10 വരെയുള്ളോ? 20, 25? നിങ്ങൾ തമ്പ് ചെയ്തൊന്നും ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രി, ഞാൻ ആദ്യമായിട്ട് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വന്ന സമയത്ത് AKG മെമ്മോറിയൽ ഹാളിൽ ട്രിവാൻഡ്രത്തെ ഒരു ഹാളിൽ വെച്ച് പ്രസന്റേഷൻ കേട്ട സമയത്ത് അവിടെ ലീഡേഴ്സ് കയറിയ സമയത്ത് എല്ലാവരും കൈയടിക്കുന്ന ബഹളമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് ഈ പറയുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുക, ഈ പറയുന്ന ഇതൊക്കെ എല്ലാവർക്കും ഒരു മടിയുള്ള കാര്യമാണ് അല്ലേ? ശരിക്കും ആലോചിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒന്ന് തമ്പ് ചെയ്യാൻ തന്നെ പേടിയാവും. പേടിയല്ലേ ഒരു എന്താ പറയാ, ഞാൻ അതിന്റെ ആവശ്യമുണ്ടോ അല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു 8 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നേട്ടങ്ങൾ നിങ്ങൾ ഈ 30ഉം 40ഉം വർഷവും ഈ ഭൂമി കിടന്ന് കഷ്ടപ്പെടേണ്ട. നിങ്ങളെ എത്തിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ടീമുണ്ട്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. അതിൽ 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ യുവർ ഡ്രീംസ്. അതാണ് ഞാൻ പറഞ്ഞ വൈ പാർട്ട്. എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്യണം? ഈ ബിസിനസിന്റെ ആവശ്യമുണ്ടോ? ഈ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പല ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ സംസാരിക്കും, ഇത്രയും പൈസയുടെ നമുക്ക് ആവശ്യമില്ല. പൈസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആണെന്ന് തോന്നുന്ന എത്ര ആൾക്കാർ ഇതിനകത്ത്? പൈസയാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുമില്ലേ? പൈസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ലേ? ആണ്. നമ്മളിന്ന് ലോകത്തെ 99% പ്രശ്നങ്ങൾ പൈസ കൊണ്ട് ക്ലിയർ ചെയ്യാം അല്ലെ? ശരിയല്ലേ? 99%. കാരണം പൈസ കൊണ്ട് മാത്രം പറ്റില്ല. മനസ്സമാനം വേണം, ഒരുപാട് കാര്യങ്ങൾ, ആരോഗ്യം വേണം, അതൊക്കെ വേണം. പക്ഷെ പൈസ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരു 95-99% വരെ കാര്യങ്ങൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റും. ഇന്ന് പൈസ ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ്, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ട്. നമ്മൾ ചിന്തിച്ചു പോകും. നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ സൊസൈറ്റിയും എന്തെല്ലാം കാര്യങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ റീസൺ ഉണ്ട്.
ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെയാണ് നേടണമെന്നുള്ള ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ബിസിനസ്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന 2010-11 കാലഘട്ടം വരെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. ഞാനും ഫാമിലിയായിട്ട് രാപകലില്ല കഷ്ടപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ 2011 കാലഘട്ടം ആയപ്പോഴത്തെ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കേരളത്തിൽ ബാൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ദുബൈയിലോട്ട് വരേണ്ടി വന്നു. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ഏകദേശം പറയണമെങ്കിൽ ഒരു ഏറ്റവും നല്ല ടൈം, ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല എനർജറ്റിക് ആയിട്ട് ടൈം ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹോമിച്ച് ആയിരക്കണക്കിന് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്തു. 10-15 രാജ്യങ്ങളിലൊക്കെ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോയി അത്രയും ലൈഫ് എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കേരള ഗവൺമെന്റ് ബാൻ ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാർ, എൻ്റെ റിലേറ്റീവ്സ് എല്ലാം പറയുന്നത് ഇത്രയും ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടനാണെന്നോ, ഇത്രയും നിന്റെ നല്ല ടൈം പാഴിക്കളഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഗൾഫിലോട്ട് വരുന്നത്. ശരിക്കും ഞാൻ ഇന്ന് വളരെയധികം സൂപ്പർ എക്സൈറ്റഡ് ആണ്. ശരിക്കും എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ലോ ഓഫ് കോമ്പൻസേഷൻ എന്നാണ്. നമ്മൾ വൺസ് എവിടെയെങ്കിലും ലൈഫിൽ നമ്മൾ എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മേഖലയിൽ നമുക്ക് അത് സക്സസ് ആവാൻ പറ്റില്ല, എവിടെയെങ്കിലും നമുക്ക് വെച്ചിട്ടുണ്ടാവും ദൈവം ഒരു സ്ഥലം. അങ്ങനെയാണ് ശരിക്കും ഞാൻ എംപവറായിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഞാൻ ഈ പറഞ്ഞ ട്രെയിനിങ്ങും മീറ്റിംഗും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടിയ എനിക്ക് ഇവിടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ശരിക്കും നിങ്ങൾക്ക് ജീവിതം ഒരുപക്ഷെ ഞാൻ അന്ന് എൻ്റെ ഡ്രീംസ് ഒക്കെ ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരാളായിരുന്നു. അതൊക്കെ എന്താ പറയുന്നത്, അത് നടക്കില്ലെന്ന് വെച്ചിരുന്നെങ്കിൽ അതിനേക്കാളും പവർഫുൾ ആയിട്ട് ഡ്രീം സെറ്റ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിനകത്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് എന്താണ് വേണ്ടത്? ഇതൊരു സൂപ്പർ മാർക്കറ്റ് ബിസിനസ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കാർ വേണോ? നിങ്ങൾ ഉപയോഗിക്കുന്ന കാർ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിന് പറ്റിയിട്ടുള്ള കാറാണ്, അത് മതിയോ നിങ്ങൾ? അത് ബെറ്റർ ആയിട്ടുള്ള കാർ വേണം. ഇപ്പൊ ഇതിനകത്ത് കാണുന്നത് റേഞ്ച് റോവറാണ്. ഇന്ന് ഇവിടെ എടുക്കണമെങ്കിൽ 6 ലക്ഷം ദിർഹംസോളം വരും ആവറേജ്. നാട്ടിലാണെങ്കിൽ അത് ടാക്സ് ഉൾപ്പെടെ 200% എന്താ ലക്ഷറി ടാക്സ് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 കോടിയൊക്കെ. അങ്ങനെയുള്ള കാർ അതിന്റെ നമ്മൾ 4 വീലല്ലേ അല്ലെ നമ്മൾ പറയാറുണ്ട്. നമ്മളെ കയ്യിരിക്കുന്നതിന് 4 വീലും മറ്റേ 4 വീൽ അല്ലേ? അങ്ങനെ ചിന്തിക്കാൻ വേണം. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നമ്മുടെ ഹൈവേയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്യുമ്പോൾ എത്ര ആൾക്കാർ നല്ല ലക്ഷറി വണ്ടി പോകുന്നു, ശരിയല്ലേ? അവന്റെ സമയം കൊള്ളാന്ന് പറയാം അല്ലേ? നമുക്കും വീടുണ്ട്, 2000, 2500, 3000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. അതേസമയം 6000, 10,000 സ്ക്വയർ ഫീറ്റ് വീടുള്ള ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിൽ? അവന്റെ സമയം കൊള്ളാന്ന് പറയാം. പക്ഷെ നമ്മളന്ന് ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ട അതൊക്കെ എഴുതി വെക്കുക. അത് നേടാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് വന്നേക്കുന്നത്. നിങ്ങൾ ഡ്രീം ബിഗ് എന്നാണ്. അതായത് ഒരിക്കലും ചെറിയ രീതിയിൽ ചിന്തിക്കുക, എന്തുവാണോ വലുതായിട്ട് ചിന്തിക്കുക, അതിന് പറ്റിയിട്ടുള്ള ബിസിനസ്. അതോടൊപ്പം തന്നെ ട്രിപ്പുകൾ. നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് എവിടെയൊക്കെ നമ്മൾ കൊടൈക്കനാൽ, ഊട്ടി ഇതൊക്കെ നമ്മൾ പോകുന്നുണ്ടാവും. എത്ര ആൾക്കാർ ഇന്റർനാഷണൽ ട്രിപ്പ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? ഇപ്പൊ നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ 7 വണ്ടേഴ്സ് ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിസ്സ ഗോപുരമുണ്ട്, ഈഫൽ ടവർ ഉണ്ട്, പിരമിഡ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാൻ താല്പര്യമുണ്ടോ? ഞാൻ ഇതെല്ലാം പോയിട്ടുള്ള സ്ഥലമാണ്, ഈ ഇൻഡസ്ട്രി കൂടെ പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള ഡ്രീംസ് നിങ്ങൾക്കുണ്ടോ? അതൊക്കെ പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി, ഒരു ട്രെയിനറായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതിനകത്ത് എല്ലാം ഉണ്ട്. 1 വർഷം 2 വർഷം എംപവർമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, എന്നെക്കാളും ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. അതാണ് ഈ ബിസിനസ്സിൽ കിട്ടുന്ന ഏറ്റവും. നിങ്ങൾക്ക് എന്താണോ അതൊക്കെ എഴുതി വെക്കുക. അത് ശരിക്കും എഴുതി വെച്ചതിന് ശേഷം ഒരു 5-10 കാര്യങ്ങൾ എഴുതി വെക്കുക. എഴുതി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിന് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഷോർട്ട് ടൈം ആയിട്ട് നമുക്കൊരു 1-2 മാസത്തിനകത്ത് നേടേണ്ട സ്വപ്നങ്ങൾ, അതിന് ഷോർട്ട് ടൈം എന്ന് പറയാം. ഒരു 6 മന്ത്സിനും ഒരു 1 ഇയറിനകത്ത് ഒക്കെ നമുക്ക് നേടാം. അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് നേടേണ്ട കാര്യങ്ങൾ. ഒരു 5 ലക്ഷം 10 ലക്ഷത്തിന്റെ അകത്ത് ഒരു വണ്ടി എടുക്കണം, ഒരു കാർ എടുക്കണം. ഒരു 6 മാസം 1 വർഷത്തിനകത്ത് ഏതൊരു വ്യക്തിയും, ഈ ബിസിനസ്സിന് അത്രയും വേണ്ട, മാക്സിമം ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് നേടാൻ പറ്റുന്ന സാധനം. നേരത്തെ പറഞ്ഞ റേഞ്ച് റോവർ, അല്ലെങ്കിൽ പറഞ്ഞ ഒരു 3000 സ്ക്വയർ ഫീറ്റ് മുകളിലോട്ടുള്ള വീട്. ഈ ബിസിനസ്സിനകത്ത് സീരിയസ് ആയിട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രീമിയം കോൺട്രാക്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, എഴുതി വെക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടത്, കാരണം നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ആഗ്രഹത്തെ ഡ്രീമായിട്ട് മാറ്റണം, സ്വപ്നമായിട്ട് മാറ്റണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇത് കണക്ക് റേഞ്ച് റോവർ വണ്ടി. അത് എന്തായി ഡ്രീമായി. ആ ഡ്രീമിന് നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഗോളായിട്ട് മാറും. 2026 ഡിസംബർ 31 എന്ന ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വണ്ടി സ്വന്തമാക്കിയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോളായിട്ട് മാറും. അപ്പൊ ഇതാണ് നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഏത് ഡ്രീമാണോ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, ആ ഡ്രീമിനെ നിങ്ങൾ എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം.
പിക്ചറൈസ് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ചെന്ന് സംസാരിക്കുക, വെർബലൈസ് ചെയ്യണം. ചങ്കുറ്റുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രോസസ്സിൽ കൂടെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഈ പറഞ്ഞ ഇന്റർനാഷണൽ ട്രിപ്പ്, ഇതൊക്കെ കളിയാക്കിയ ആൾക്കാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ഇത് ഒരു മണിക്കൂറത്തെ സെഷനാണ്, ഡ്രീം സെഷൻ. അതൊന്നും ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇതിനൊരു പ്രോസസ് ഉണ്ട്. നമ്മൾ വിഷനെ ഡ്രീം ആക്കുന്നു, അതിനെ ഗോളാക്കുന്നു, അതിനെ പ്ലാൻ ചെയ്യണം. പല ആൾക്കാർ ഈ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി വന്ന് പിറ്റേ ദിവസം തന്നെ പ്ലാൻ കൊടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ഇത് എഴുതി സെറ്റ് ചെയ്യാതെ ഇറങ്ങിയാൽ ഒരു റിസൾട്ടും വരാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വേണ്ട ഏറ്റവും പ്രധാന പ്ലാനിങ് ആണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ ഈ ബിസിനസ് കൊണ്ടുവന്ന വ്യക്തി അല്ലെ അപ്ലൈനുമായിട്ട് ഇരിക്കുക, അദ്ദേഹമായിട്ട് ഇരുന്നതിന് ശേഷം ഒരു വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ആക്ടിവിറ്റി ലെവലിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. ഇതാണ് ഈ ബിസിനസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്തൊക്കെയാണ്, ലോങ് ടൈം ആവട്ടെ, ഷോർട്ട് ടൈം ആവട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങളത് ഫോക്കസ് ചെയ്യേണ്ട ഷോർട്ട് ടൈം ഗോളുകളാണ്. കാരണം ഈ ബിസിനസ്സിനകത്ത് വന്ന് നമുക്ക് വേണ്ട ഏറ്റവും ഷോർട്ട് ടൈം ഗോൾസിൽ ഒരു ലാപ്ടോപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആവട്ടെ, അല്ലെ, നല്ലൊരു മൊബൈൽ ആവട്ടെ, ഇതൊക്കെ ശരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വന്ന ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻകം, ഒരു 6 സ്ലോട്ട്, നമുക്ക് 6 കോൺട്രാക്ട് അടിക്കുന്ന സമയത്ത് ഏകദേശം 45,000 രൂപ ഉണ്ടാവും. ആ 45,000 കിട്ടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കടം തീർക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അതിരുന്ന ഒരു 2,000 അല്ലെങ്കിൽ 5,000 രൂപ എടുത്തിട്ട് നിങ്ങളെ ഫാമിലി ആയിട്ട് വെളിയിൽ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ, സാധാരണ പോകുന്ന റെസ്റ്റോറൻറ്റ്, നല്ല റെസ്റ്റോറൻറ്റ്, ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് നിങ്ങൾ എൻജോയ് ചെയ്യും. അതൊക്കെയാണ് ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഹയർ ലെവലിലോട്ട് മൂവ് ചെയ്യുന്ന സമയം. ഇപ്പൊ ഞങ്ങൾ ഒരു 2008 കാലഘട്ടത്തിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്, യൂറോപ്യൻ ട്രിപ്പിൽ പോകുന്ന സമയത്ത് ആ ട്രിപ്പിന് വേണ്ടി ഏകദേശം 10 lakhന് മുകളിൽ കമ്പനി ഫാമിലിക്കായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് 2008 10 lakh ഉണ്ട്, എനിക്ക് വീടൊന്നും സ്വന്തമായിട്ടില്ല. അപ്പൊ ആ ഒരു 10 lakh എനിക്ക് പൈസയായിട്ട് തന്നൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അന്ന് അതിലെ ലീഡർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് റിച്ച് ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിച്ച് ലെവലിലോട്ട് നിങ്ങൾ മൈൻഡ് എത്തിയ, ഓൺസ് ഇൻ മൈൻഡ് ദെൻ ആക്ച്വൽ ആണ്. നിങ്ങളുടെ മൈൻഡ് എവിടെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് റിച്ച്നെസ് ഫീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിച്ച് ആവാൻ പറ്റൂ. അപ്പൊ അത് നിങ്ങൾ ഫീൽ ചെയ്യണം. അപ്പൊ അതൊക്കെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്, ഈ ബിസിനസ്സിനകത്ത് നമ്മളോട് തന്നെ കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഈ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം, അല്ലേ, നമ്മൾ ഉത്തരത്തിൽ എടുക്കണമെങ്കിൽ, അല്ലേ, കക്ഷത്തിരിക്കുന്ന പോകുന്ന പറയാം. അപ്പൊ നമുക്ക് ഇതെല്ലാം നേട്ടങ്ങൾ വേണം, അല്ലേ, റേഞ്ച് റോവർ വേണം, കാർ വേണം, വീട് വേണം, ഇതെല്ലാം വേണം. പക്ഷെ പണിയെടുക്കാൻ വയ്യ, അല്ലേ. അപ്പൊ ഈ ബിസിനസ്സിനകത്ത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അറ്റൻഡ് ഓൾ മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ്. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങളെ എത്തിക്കാൻ പോകുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ ശരിക്കും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഈ ബിസിനസ്സിനകത്ത് കണക്ട് ചെയ്യുന്ന ഡേ തൊട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ മീറ്റിംഗ്സ് ഉണ്ട്, അല്ലേ. എല്ലാ മീറ്റിങ്ങും ഏറ്റവും പ്രധാനം 7 AM ക്ലബ്. കഴിഞ്ഞ 5 വർഷമായിട്ട് എംപവർ ഒരു ദിവസം പോലും മുടങ്ങാത്ത ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിന്റെ പേരാണ് 7 AM ക്ലബ്. ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്ന് ഞാൻ എംപവറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷമായി. ഈ 1 വർഷമായിട്ട് മാക്സിമം ഒരു 5നും 10നും ഇടയിലുള്ള മീറ്റിംഗ് മാത്രമേ ഞാൻ മിസ് ചെയ്തിട്ടുള്ളൂ, മാക്സിമം. അതേസമയം കോയിൻ ഫോർജ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 1 അല്ലെങ്കിൽ 2 മീറ്റിംഗ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ മീറ്റിങ്ങും, നാട്ടിൽ 7 മണി ക്ലബ് എന്ന് പറയുന്നത് ഇവിടെ 5:30 ക്ലബ്ബാണ്, അല്ലെ. 5:30 മണിയാണ് UAE വരുന്നത്. ഈ 5:30 മണിക്ക് ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ലീഡേഴ്സും ഓരോ ദിവസം വന്ന് ഈ സെഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബിസിനസ് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. ഓരോ വ്യക്തികളും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. അതാണ് നിങ്ങൾ സക്സസിലോട്ട് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ദിവസവും ഈ ബിസിനസിന്റെ മീറ്റിംഗുമായിട്ട് കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പൊ BBS എല്ലാ ആഴ്ചയിലും നമുക്ക് ഇത് കണക്ക് BBS പ്രോഗ്രാം ഉണ്ട്. ഇന്ന് അറ്റൻഡ് ചെയ്ത് ഇനി അടുത്ത ആഴ്ച വേണ്ട, അറ്റൻഡ് ചെയ്തല്ല, അല്ല, അടുത്ത ആഴ്ച അറ്റൻഡ് ചെയ്യും, അടുത്ത ആഴ്ച അറ്റൻഡ് ചെയ്യും. ഓക്കെ, എല്ലാ ദിവസവും അറ്റൻഡ്. അതോടൊപ്പം ബിസിനസ് പ്ലാൻ ഉള്ള ദിവസങ്ങളുണ്ട്. എല്ലാ ദിവസങ്ങളിലും ബിസിനസ് പ്ലാൻ ഉണ്ട്. തമിഴുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, എല്ലാം നമുക്ക് ആ പ്ലാനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സ് പറയുന്ന ഏത് മീറ്റിംഗും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 day 3 day ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. 1 day ട്രെയിനിങ് പ്രോഗ്രാം, ഇന്നലെ ഒരു 1 day ട്രെയിനിങ് പ്രോഗ്രാം കാലിക്കട്ട് വെച്ച് കിടന്നു. അപ്പൊ ഏതൊക്കെയാണ് നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സ് പറയുന്ന ആ പ്രോഗ്രാംസുമായിട്ട് കണക്ട് ചെയ്യുക. എന്തിനാ? നമ്മൾ ഈ ബിസിനസ് ഗ്രോ ചെയ്താലേ ബിസിനസ് ഗ്രോ ചെയ്യത്തുള്ളൂ. കാരണം ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്കാണെങ്കിൽ അത് 10 പേരായിട്ട് നമ്മൾ ടീമിനകത്ത് വരും. കുറച്ച് കഴിയുമ്പോൾ അത് 100 പേരാവും. 10 പേരെ ഡീൽ ചെയ്യുന്ന കണക്കല്ല 100 പേരെ ഡീൽ ചെയ്യുന്നു. 100 പേരെ ഡീൽ ചെയ്യുന്ന കണക്കല്ല 1000 പേരെ ഡീൽ ചെയ്യുന്നു. ഈ ആൾക്കാരും എന്ന് പറയുന്നത് നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ 10 പേര് വന്നാൽ 10 പേരും 10 സ്വഭാവക്കാരാണ്, അല്ലെ. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരെ കറക്റ്റ് ചെയ്ത് എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ മീറ്റിങ്ങിന് വരുന്ന ആൾക്കാർ, മീറ്റിങ്ങിന് കയറാൻ വലിയ പാടാണ്.
കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനത്തിന് പുതിയൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പൊ ഇതിനകത്ത് വാച്ച് കെട്ടിയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? വാച്ച് കെട്ടിയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ ആ സ്വയം നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇടത് കയ്യിലാണ് വാച്ച് കെട്ടുന്നതെങ്കിൽ അതെടുത്ത് വലത് കയ്യിലൊന്ന് കെട്ടി നോക്കിയേ. ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സസൈസാ, ഒന്ന് കെട്ടി നോക്കി, എന്താ സംഭവിക്കുന്നു? ലിജിത്തെ ഒന്ന് വലത്ത് കയ്യിൽ കെട്ടി നോക്കി. കെട്ടിയ സംഭവിക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ വെറുതെ വിടത്തില്ല. നിങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും, ബ്രെയിൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, തിരിച്ചു കെട്ട്, എനിക്ക് വെയിറ്റ് കൂടുന്നു. നമ്മുടെ ബ്രെയിന് സ്ട്രെസ് കൂടെ എണിയുന്നു. അതായത് നമ്മളൊരു പുതിയ കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഒരിക്കലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യിച്ചിട്ട് നിങ്ങളൊരു കുട്ടിയെ, നമ്മളൊരു LKG സ്റ്റുഡന്റിനെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം, അല്ലേ? അതുപോലെയാണ്. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അതുപോലെയാണ് നിങ്ങൾ മീറ്റിംഗിൽ കയറ്റുക എന്ന് പറയാൻ വളരെ റിസ്കി പരിപാടിയാണ്. എങ്ങനെയെങ്കിലും കയറ്റി എടുത്തു കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം, നിങ്ങൾ മാത്രം മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ പോരാ, നിങ്ങൾ കൂടെ വന്ന ആൾക്കാരെല്ലാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം. അതാണ് ഈ ബിസിനസ് വേണ്ട ഏറ്റവും പ്രധാനം. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആക്റ്റീവ് അപ്ലയൻസ്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ അപ്ലൈൻ, നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന ലീഡേഴ്സ്, അവരുമായിട്ട് നിങ്ങൾ ശരിക്കും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം നിങ്ങളെ താഴെ വരുന്ന ആൾക്കാർ, കാരണം നമ്മൾ പല ആൾക്കാർ ഈ ബിസിനസ്സിനകത്ത് ID ക്രിയേറ്റ് ചെയ്യുന്ന അവരെ കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. ആന പിണ്ടമിട്ടിട്ട് പോകുന്നതാണ്. ആന പിണ്ടമിട്ടിട്ട് തിരിഞ്ഞു പോകും? ഒരിക്കലും നോക്കത്തില്ലല്ലേ? ആന പിണ്ടമിട്ടിട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അതുപോലെയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ അങ്ങനെ പോകരുത്. നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം, ഇപ്പൊ നിങ്ങളുടെ താഴെ 100 പേരുണ്ടായി, 100 പേരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. 100 പേരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനം. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഒരു 6 മാസം 1 വർഷം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫാമിലി ഉള്ളവരെക്കാളും റിലേഷൻഷിപ്പ് വരാൻ പോകുന്ന ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ എനിക്ക് വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞാൻ എന്റെ ഫാമിലിയുള്ള ആൾക്കാരെ, പിന്നെ റിലേറ്റീവ്സിനെ ഒന്നും വിളിക്കാറില്ല. പക്ഷെ ഈ ബിസിനസ്സിനുള്ള എന്റെ അപ്ലൈ ലീഡേഴ്സ്, അവരുമായിട്ട് 100% കണക്റ്റഡ് ആണ് എന്റെ താഴെയുള്ള ആൾക്കാർ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വിഷ്ണു പ്രസാദ്, ഞാൻ ആദ്യമായിട്ട് ബിസിനസ് കൊണ്ടുവന്ന ആളാണ് വിഷ്ണു പ്രസാദ്. ഞാൻ ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഒന്ന് ആലോചിച്ചു. ഞാൻ ദുബൈയിലിരിക്കുകയാണ്. വിഷ്ണു പ്രസാദിന്റെ ടീമിൽ 100 കൂടുതൽ ആൾക്കാരാണ് ടീമിനകത്ത്. അവരാരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ബിസിനസ്സിനകത്ത് എന്റെ ഒരു എന്താ പറയുക, ബ്രദർ സിസ്റ്റർ, ആ ഒരു ലെവലിൽ ഒരു ബന്ധമാണ് വിഷ്ണു പ്രസാദുമായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ കൂടെ വരുന്ന ഓരോ വ്യക്തികളുമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വണ്ടർഫുൾ ആണ്. അപ്പൊ അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുക. പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഈ ബിസിനസ്സിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തിരക്കി നടക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് കണക്ട് ചെയ്ത് നിന്നാൽ മതി. ഈ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്താൽ ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ആ ലെവലിലോട്ട് നമ്മൾ ചെയ്യുക. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ 2 സ്റ്റെപ്പ് പറഞ്ഞു. ഇനിയുള്ള ലിസ്റ്റ് ഒന്ന് ആക്ടിവിറ്റിയാണ്. ഇതിനകത്ത് 4 ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മേക്ക് ലിസ്റ്റ്. നമ്മൾ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഫാസ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. എന്താണ് ഡാറ്റാ ബാങ്ക്? ഇപ്പൊ നിങ്ങളുടെ നാട്ടിലെ ഒരു ബാങ്ക് മാനേജർ ഒന്ന് ചാർജ് എടുക്കും. ഇപ്പൊ ഫെഡറൽ ബാങ്ക്, നിങ്ങളുടെ നാട്ടിലുള്ള ഫെഡറൽ ബാങ്ക്, അത് പുതിയൊരു മാനേജർ വന്നു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുന്നു? ആ നാട്ടിലുള്ള NRIസിന്റെ ആദ്യം ഒരു ലിസ്റ്റ് എടുക്കും, അല്ലെ? അവിടെയുള്ള പൈസ ഉള്ള കുറെ ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കും. അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതുപോലെ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താഴെ ഒരു നെറ്റ്വർക്ക് വേണം. നമുക്ക് ഇതിനകത്ത് കുറച്ച് ആൾക്കാർ കൊണ്ടുവരണം. അതിനുവേണ്ടി എന്താണ് ലിസ്റ്റ് തയ്യാറാക്കണം, ഏറ്റവും പ്രധാനം. ഇതിനകത്ത് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ ഈ ബിസിനസ്സിനകത്ത് മാക്സിമം എന്താ പറയുന്ന ആൾക്കാരെ ഈ ബിസിനസ്സിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. നമുക്ക് ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് സ്പോൺസർ ചെയ്യാം. ഇപ്പൊ സാധാരണ നെറ്റ്വർക്കിൽ തന്നെ പല രീതിയിലുള്ള സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് കമ്പനികളുണ്ട്. അതിനകത്ത് ബൈനറി എന്ന് പറയുന്ന സിസ്റ്റം, ബൈനറി ലെഫ്റ്റും റൈറ്റും 2 പേരെ ഇട്ടാൽ അവിടെ ലീഡർഷിപ്പും വേണ്ട, ഒന്നും വേണ്ട. ലീഡർഷിപ്പും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ലെഫ്റ്റിനും റൈറ്റിനും 2 പേരെ ഇട്ടിട്ട് അത് നല്ല രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല. നിങ്ങൾക്ക് എത്ര ആൾക്കാരാണെങ്കിലും ബിസിനസ് കൊണ്ടുവന്ന ഓരോ വ്യക്തിയുടെ താഴെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവേണം, ശരിയല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന ഓർഗനൈസേഷൻ, ഓരോ ഓർഗനൈസേഷനും വരുമാനം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ആൾക്കാരെ ബിസിനസ്സിനകത്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. മിനിമം ഈ ബിസിനസ്സിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു 100 പേരുടെ ലിസ്റ്റ് എങ്കിലും എഴുതി വെക്കണം. ഇതിനകത്ത് 100 പേരുടെ ലിസ്റ്റ് ഉള്ള എത്ര ആൾക്കാരാണ് തമ്പി? ഇത് 100 പേരുടെ ലിസ്റ്റ് ഉള്ള ആൾക്കാർ. പല ആൾക്കാർ ലിസ്റ്റ് എന്ന് പറയുന്ന മൈൻഡിലാണ്. ചില ആൾക്കാർ എന്റെ മൊബൈൽ കിടപ്പുണ്ടോ, ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഈ ബിസിനസ്സിനകത്ത് സീരിയസ് ആണ്. ഞാൻ പറയുന്നത് ഇതിനകത്തൊരു നിങ്ങളുടെ അപ്ലൈന്റെ ജോലിയാണ്. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ബിസിനസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡയറി കൊടുക്കുക. നല്ലൊരു ഡയറി മേടിച്ചു കൊടുക്കും, ഒരു പ്ലാനർ ഡയറി കൊടുക്കും. അതിനകത്തുനിന്ന് ആദ്യത്തെ 10 ലിസ്റ്റ് നിങ്ങളുടെ അപ്ലൈൻ തന്നെ എഴുതി കൊടുക്കും. ഞാൻ ഇനിയിപ്പോൾ ഓൺലൈനിലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ എന്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഇവിടെ ഒരു 10ഓളം പേര് എന്റെ ഇവിടെ ദുബൈയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ ഇത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ എഴുതി കൊടുക്കുക, ലിസ്റ്റ് എഴുതി കൊടുക്കുക. ആദ്യത്തെ ഒരു 10 പിന്നെ അവർ എഴുതിക്കോളും. മനസ്സിലായല്ലേ? ആ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ഈ ബിസിനസ്. ഒന്ന് കോൾഡ് ആൻഡ് ഹോട്ട് എന്ന് പറയും. അതായത് കോൾഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ വല്ലപ്പോഴും കണക്ഷൻ ഉള്ള ആൾക്കാർ. ഹോട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റിമേറ്റ് ആയിട്ടുള്ളത്, നിങ്ങളുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ആൾ, ഇടാപൂട ബന്ധമുള്ള ആൾ അല്ലേ. നമ്മൾ ആദ്യ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ആരൊക്കെ? ഈ ഹോട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ആൾ. അപ്പൊ ഈ പറയുന്ന ഹോട്ട് ലിസ്റ്റ് ആവട്ടെ ഒരു 25-50 പേരുടെ പേര് ആദ്യത്തെ ഒരാഴ്ച തന്നെ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് കണക്ട് ചെയ്യണം. പിന്നെ ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റാം. ദിവസം 2 പേരുടെ ലിസ്റ്റ്, ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാർ ദിവസം 2 പേരുടെ ലിസ്റ്റ് നിങ്ങളുടെ ഡയറിക്കകത്ത് എഴുതുന്ന എത്ര ആൾക്കാരുണ്ട്? ദിവസം 2 പേർ. ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റണം. ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടു 2 പേരുടെ ലിസ്റ്റ് ദിവസവും നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കുമെന്ന്. ഈ ലിസ്റ്റ് എഴുതിയ ആൾക്കാർ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്രോച്ചാണ്. ഈ ബിസിനസ്സിനകത്ത് കൂടുതൽ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുന്നത്? ഈ ബിസിനസ് നിർത്തിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്രോച്ച് ചെയ്യാൻ അറിയത്. അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണ് പല ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്യാൻ അപ്ലൈ കമ്പൽ ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം മുടക്കിയേക്കുന്നത് 96,000 രൂപയാണ്, 98,000 രൂപയാണ് അല്ലേ, 6 കോൺട്രാക്റ്റിലാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്താണ്? ഞാൻ മുടക്കിയ പൈസ തിരിച്ചു പിടിക്കണം അല്ലേ. അങ്ങനെ കുറെ ആൾക്കാരെ കാല് പിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ. നീതി ചേരൂടെ ഇങ്ങനെ ചോദിക്കുക. ഒരിക്കലും ചെയ്യരുത്. ഈ ബിസിനസ് നിങ്ങൾ കൈ കിട്ടിയേക്കുന്ന ആലോചിച്ചു. ഇന്ന് 1 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന എത്രയാണ്? 600-700 രൂപയാണ്, ശരിയല്ലേ? പക്ഷെ നിങ്ങൾ ഈ 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു മില്യനെയർ ഒരു വർഷത്തിനകത്ത് ഒരു മില്യനെയറിന് മുകളിലാവാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. ആ ഒരു ബിസിനസിന്റെ പവർ നിങ്ങൾ കാണിക്കണം. ആ ലെവലിലായിരിക്കണം ബിസിനസ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പറഞ്ഞാൽ വളരെ ഇതാണ്. ഞാൻ പ്ലാൻ പോലും കാണിക്കാതെ ഈ ബിസിനസ്സിനകത്ത് ഓരോരുത്തർ ജോലി ചെയ്യും. കാരണം അവിടെ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ എക്സൈറ്റ്മെന്റ് ആണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ്. കോൺഫിഡന്റോട് കൂടി ഒരാളുടെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ബിസിനസ്സിനകത്ത് ആദ്യം സ്പോൺസർ ചെയ്ത ഒരു 4ാമത്തെ 5ാമത്തെ സ്പോൺസർ ചെയ്ത റാസക്കൈമയുള്ള 2 പേരെ അവരോട് ഞാൻ സംസാരിച്ച ഒറ്റ കാര്യമുണ്ട്. ഒരു എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. അവർ എന്താ ഓപ്പർച്യൂണിറ്റി? ഒരു 1 ലക്ഷത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല എക്സലന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അടിപൊളിയായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യം, കൂടെ നിൽക്കാൻ പറ്റുമെന്ന് മാത്രം ചോദിച്ചു. അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവുക. ആ ഒരു കാര്യം അതിൽ കൂടെയാണ്. പിന്നെയാണ് ഞാൻ പ്ലാൻ കൊടുക്കുന്നത്. അവർ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഞാൻ സത്യം പറയുന്നു, ഈ ബിസിനസ്സിൽ നടന്ന കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ്സിനകത്ത് ഒരാൾ ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്രോച്ച് ചെയ്യുന്ന ടെക്നിക്കുകൾ പഠിച്ചെടുക്കുക. നിങ്ങൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഈ പറഞ്ഞ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കോൾഡ് ലിസ്റ്റിലോ അല്ലെങ്കിൽ പറഞ്ഞ ഡിസ്റ്റന്റ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റത്തില്ല. അവിടെ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുക. പല ആൾക്കാർ ചെയ്യുന്ന ആദ്യം ചെയ്യുന്ന ക്രിപ്റ്റോ എന്ന് കേട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ചോദിക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊഫഷണൽ വേ കൂടെ ചെയ്യുക. ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറിയ എന്താ പറയുന്ന പരിചയമുള്ള ആൾക്കാരുടെ സംസാരിക്കാം. ഞാൻ ഇപ്പൊ ക്രിപ്റ്റോ ബേസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് കണക്ട് ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഈ രീതിയിൽ നിങ്ങളൊരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ബിസിനസിന്റെ എന്താ പറയുക അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ഒരാളിനെ നമുക്ക് ഈ ബിസിനസിന്റെ പ്ലാനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ശരിക്കും പ്രൊഫഷണലായിട്ട് ചെയ്യുക, ഒരു പ്രൊഫഷണൽ വേയിലോട്ട്. ഒരിക്കലും നമ്മൾ ഈ ചെറിയ രീതിയിൽ എന്താ പറയുക ഞാൻ ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഒരു ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട്, ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള വാക്കുകൾ അവോയ്ഡ് ചെയ്യുക. ഷോർട്ടും സിമ്പിളുമായിട്ട് ചെയ്യുക. കഴിവതും ഫോണിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുക, ഏറ്റവും നല്ലതാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. സംസാരിച്ചിട്ട് ഒരു ഫോണിൽ കൂടെ പ്ലാൻ കൊടുക്കാൻ നിൽക്കരുത്. ജസ്റ്റ് അവരുടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും അവരുടെ ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബിസിനസിന്റെ പ്ലാൻ അവർക്ക് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരുമായിട്ട് ഇരിക്കണേ കറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ഇവരെ ഇൻവൈറ്റ് ചെയ്യേണ്ട സ്ക്രിപ്റ്റ് അവർ പറയുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഡൗൺലൈൻസിന് ഒരുപക്ഷെ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അപ്രോച്ച് ചെയ്യാൻ അറിയത്തില്ല. പലപ്പോഴും ഒരു 10 പേരുടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 2-3 പേര് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നെഗറ്റീവ് പറയുമ്പോഴത്തേ അവർ നിർത്തിക്കളയും, ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അവരെ സപ്പോർട്ട് ചെയ്യുക. ഈ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലിജിത്തിന്റെ ഒരു പുതിയ ഒരാൾ എന്റെ ജോയിൻ ചെയ്ത ആളാണ് ലിജിത്തിന് ഒരാളിനെ അപ്രോച്ച് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ ലിജിത്തിനോട് പറയുന്ന ലിജിത്തിന്റെ ഒരു 10 ഫ്രണ്ട്സിന്റെ പേരെടുക്കാൻ പറയും. എടുത്തതിന് ശേഷം അതിന് ഒരാളിനെ വിളിക്കാൻ പറയുന്നു. വിളിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, എന്റെ ഒരു ലീഡർ ഇവിടെ ആക്ച്വലി എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഞാൻ ഒരു കണക്ട് ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല, അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കട്ടാണ്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കും. അപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് നമ്മൾ അപ്ലൈ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ആള് നെഗറ്റീവായി പോകുന്നില്ല. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റി വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഷോ ദി പ്ലാൻ. ഈ ബിസിനസ് പ്ലാൻ കൊടുക്കണം. ഈ ബിസിനസ് പ്ലാൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനം നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന് ഫിസിക്കലി കൊടുക്കാം. ഫിസിക്കലി എന്ന് പറയുന്നത് നമ്മളെ മാളുകളിൽ കാണാം. ഞാൻ ഇവിടെ ചെയ്യുന്ന മാളുകളിലാണ്, അങ്ങനെ ചെയ്യാം. രണ്ടാമത് ഹോം മീറ്റ് എന്നാണ്. ഹോം മീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം പല ആൾക്കാരും ഹോം മീറ്റിലോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം മാളുകളിൽ നിന്ന് പല സ്ഥലത്തുണ്ട്, നല്ല ഫുഡ് കോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഡിജിറ്റലി. ഞാൻ 95% ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ഡിജിറ്റലി. കാരണം ഞാൻ ദുബൈയിലേക്കുന്നുണ്ട്. എനിക്കിപ്പോൾ എന്റെ ടീമിന്റെ 98% നാട്ടിലാണ്, കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്ന സൂം പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ ചെയ്യാം. ഇടിച്ചിട്ട് കയറി ഒരിക്കലും ചെയ്യരുത്. ഇടിച്ചിട്ട് കയറി ചെയ്യും. ഇപ്പൊ പല ആൾക്കാരും നമ്മളെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ പ്രോസ്പെക്റ്റ് ആയിട്ട് തോന്നും. അവരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ 46,000 കിട്ടുന്നതിനൊക്കെ തോന്നും. അവിടെ നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റിന്റെ ബാക്ക് പേജിലൊക്കെ എടുത്തിട്ട് പ്ലാൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ചെയ്യരുത്. പരിചയപ്പെട്ട് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണുന്ന പരിചയപ്പെട്ട ഉടനെ പ്ലാൻ കൊടുക്കുന്നതാണ്. ഒരിക്കലും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്താൽ മതിയാണ്. ശരിക്കും നമ്മൾ പ്ലാൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ ആരാണ്. നിങ്ങൾ അല്ല ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവർക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയോ ഡീസെൻട്രലൈസേഷനോ ഇതൊന്നും അറിയത്തില്ല. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്ലാൻ കൊടുക്കാനായിട്ട് മദീന മാളിലാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഭയങ്കര സംഭവം വന്നിരിക്കുകയാണ്. കക്ഷിക്ക് എല്ലാം അറിയാം, ഭയങ്കര ഒരു സംഭവമാണ്, എല്ലാത്തിനും. ഞാൻ അങ്ങനെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് കക്ഷി ആദ്യമായിട്ട് കേൾക്കുന്നു, കക്ഷിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മൾ കഴിഞ്ഞ ഒരു 6-8 മാസമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് നമ്മളെ നോളജ് എല്ലാം തലയ്ക്കകത്തിരിക്കുകയാണ്. നമ്മളെ നോളജ് മൊത്തത്തിൽ എന്താ ഇദ്ദേഹത്തിന്റെ മണ്ടയെടുത്ത് കഴിഞ്ഞു. ഒരു പുതിയൊരാൾ അല്ലെങ്കിൽ വലിയൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് അയാൾ ഫിറ്റായിട്ട് അയാൾ പറയുന്ന എന്തായിരുന്നു, ഓ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഈ പ്ലാൻ സിമ്പിൾ ആയിട്ട് പറയും. ഏതൊരു സാധാരണക്കാർക്കും ചെയ്യുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കും. വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയി പല ആൾക്കാർ ഈ ബിസിനസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പല ആൾക്കാർ ഈ ബിസിനസ് കൊണ്ടുവരുന്നത്. സിമ്പിൾ ആയിട്ട് പറയുക. അവർ മീറ്റിംഗ് വഴിയും ട്രെയിനിങ് വഴിയും ഒക്കെ സെറ്റ് ആയിക്കോളുന്നു. നമ്മൾ അവരെ കൂടുതൽ പഠിപ്പിക്കുക. നമ്മളെ നോളജ് ഇതുവരെ കിട്ടിയ 7 AM എല്ലാം കൂടെ കിട്ടിയ നോളജ് എല്ലാം കൂടെ താങ്ങി ഇറക്കേണ്ട സ്ഥലമല്ല പുതിയ പ്രോസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. പ്രൊഫഷണലായിട്ട് ചെയ്യുക. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു പ്ലാൻ കൊടുക്കുന്നത്, ചിലപ്പോൾ നമ്മളെ വീട്ടിലാണ് ഒരാൾ വരുന്നതെങ്കിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ചെയ്യുക. വെൽ ഡ്രസ്ഡ് ആയിട്ട് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യവും കുറെ പ്രൊഫഷണൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ അമീൻ ക പറഞ്ഞ പോലെ ഒരു മൊബൈൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പൊട്ടിപ്പൊളിച്ചൊരു മൊബൈലുമായിട്ടാണ് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നിരിക്കുന്നത് ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മളൊരു കൂതറ ഡ്രസ്സുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിക്കുക. നമ്മളെ നോക്കും. നമ്മൾ വലിയ ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹം ബിസിനസ്സിലോട്ട് വരും. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫഷണലായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. പ്രോപ്പർ ടൂൾസ് ഉപയോഗിക്കുക. നിങ്ങളൊരു പ്ലാൻ കൊടുക്കുന്ന സമയത്ത് പേപ്പറിലൊന്നും വരച്ച് കൊടുക്കാൻ ശ്രമിക്കാതിരിക്കും. കാരണം നമുക്കറിയാം ഇതൊരു പ്രൊഫഷണൽ വേയിൽ ചെയ്യുന്ന സാധനം. ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമുക്കിന്ന് വളരെ സെക്കൻഡ് ഹാൻഡ് ആയാലും നമുക്ക് നല്ല ചീപ്പ് പ്രൈസിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ എന്തെങ്കിലും നമ്മൾ ആദ്യത്തെ ഐഡിയ അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അത് ഒന്ന് ടാർഗറ്റ് ചെയ്യുക. ഒരു ചെറിയ എന്താ പറയുന്നത് ടാബോ എന്തെങ്കിലും മേടിക്കുക. അതിലേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കാണിച്ചോളൂ. വളരെ സിമ്പിൾ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനകത്ത് നമുക്ക്, ഞാൻ ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ അറിയാം, അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് മൊത്തം പഠിക്കണം, അതിന്റെ പ്ലാൻ പഠിക്കണം, വലിയ ഡിഫിക്കൽറ്റിയാണ്. പക്ഷേ ഈ ബിസിനസ്സിനകത്ത് എന്താണ് 10 മിനിറ്റ് കൊണ്ട് പ്ലാൻ പഠിക്കാം. അത്രയും സിമ്പിൾ ആയിട്ടൊരു ബിസിനസ്സാണ്. അപ്പൊ അത് ശരിയായ രീതിയിൽ പഠിച്ചെടുക്കുക. സ്പോട്ട് ക്ലോസിങ് ഏറ്റവും പ്രധാനം. നമ്മൾ പ്ലാൻ കൊടുത്തിട്ട് ഒന്ന് ആലോചിക്കണം. പല ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്, പ്ലാൻ കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് ആലോചിക്കണം. ഒരിക്കലും പറയരുത്. നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു പ്രോസ്പെക്റ്റിന് അല്ലെ ജോയിൻ ചെയ്ത ഒരാളുടെ പ്രോസ്പെക്റ്റിന് വേണ്ടി പ്ലാൻ കൊടുത്തോണ്ടിരിക്കും. പലപ്പോഴും അബദ്ധം കാണിക്കുന്ന ഈ സ്പോൺസർ ആവേണ്ട ആളാണ്. അദ്ദേഹം ചെയ്യുന്ന എന്താണ്, ഇദ്ദേഹം നമ്മളിപ്പോ ഞാൻ ക്ലോസ് ചെയ്ത് ആ പ്രോസ്പെക്റ്റിനെ റെഡിയാക്കി ഒരുക്കുന്ന സമയത്തായിരിക്കും ഈ അപ്ലൈനായിട്ട് വരാണ്ട ആളെന്താ പറയുന്നത്, നീ ഒന്ന് ആലോചിക്കണമെന്ന് പറയും. ഇപ്പൊ ഞാൻ ഈ സ്പോട്ട് ക്ലോസിംഗ് നോക്കിയാൽ ആ കൊണ്ടുവരുന്ന ആളാണ് ഏറ്റവും പ്രധാനം, അല്ലെ? നമ്മളെ സ്പോൺസർ ചെയ്യേണ്ട ആളാണ് വളരെ പ്രധാനം. ആ വ്യക്തി കൊടുക്കുന്ന ഉറപ്പിലാണ്. ഒരുപക്ഷെ അമീൻ സാറോ ഹസീം സാറിനെ കൊണ്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താലും ജോയിൻ ചെയ്യുന്നത് നിങ്ങളെ കണ്ടിട്ടാണ്. അപ്പൊ ആ കോൺഫിഡൻസ് കൊടുക്കേണ്ട വ്യക്തി ആരാണ്? അവിടെ നിന്നാണ് നമ്മൾ സ്പോട്ട് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ മൊബൈൽ എടുത്ത് വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. വാലറ്റ് അവർക്ക് സംസാരിക്കാനോ നോക്കാനുള്ള സമയം പോലും. വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പൈസ ചിലവുണ്ടോ? വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ സ്പോട്ട് ക്ലോസിങ്ങിലോട്ട് പോവുക. കോൺഫിഡൻസ് കൊടുക്കുക. ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാം, അല്ല അപ്ലൈൻ കൂടെ ഉണ്ടെന്നല്ല പറയേണ്ടത്. പൈസയുടെ ഗ്യാരണ്ടി കൊടുക്കുക. പൈസയുടെ ഗ്യാരണ്ടി ചെയ്യാണ്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോയിൻ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും എന്നിട്ട് ജോയിൻ ചെയ്യുന്ന ആളിനെ മീറ്റിങ്ങിലോട്ട് പ്രൊമോട്ട് ചെയ്യുക.
മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ ഇന്നേ വരെ ഈ ഇൻഡസ്ട്രിയിൽ ഒരാൾ പോലും സക്സസ് ആയിട്ടില്ല. മീറ്റിംഗ് ആണ് ഇതിന്റെ ജീവവായു. അത് ശരിക്കും നമ്മൾ അത് ചെയ്യുക. ഈ സ്പോട്ട് ക്ലോസിംഗ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? 24 മണിക്കൂറിനും 48 മണിക്കൂറിനകത്ത് എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. അത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്ലൈൻ. നിങ്ങൾ ശരിക്കും പറയാൻ നിങ്ങളുടെ ഈ ബിസിനസ്സിനകത്ത് കുറെ കോൺഫിഡൻസ് ഉള്ള, അല്ലെങ്കിൽ പറഞ്ഞ ഹൈ പവർ ഉള്ള ഒരു അപ്ലൈനുമായിട്ട്, നിങ്ങളുടെ സ്പോൺസർ ചെയ്യുന്ന അതിന് മുകളിലുള്ള ഒരു അപ്ലൈനുമായിട്ട് ഈ ക്ലോസ് ആവാത്ത സാധനത്തിന് എന്ത് ചെയ്യണം? ഒന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തൊന്ന് 7ാമത്തെ സ്റ്റെപ്പ്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയുന്ന സമയക്കുറവുകൊണ്ടാണ്. 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ ബിസിനസ്സിനകത്തുള്ള ഏറ്റവും 8 സ്റ്റെപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പാണ് വൈ പാർട്ടിൽ ഞാൻ പറഞ്ഞ ഡ്രീം എന്ന് പറഞ്ഞ സാധനം. 90% എഴുതി വെച്ചോ. ഈ 8 സ്റ്റെപ്പിൽ 90% ഇമ്പോർട്ടന്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെയുള്ള ഒരു 5% ഇമ്പോർട്ടന്റ് 7%. ഈ 7ാമത്തെ സ്റ്റെപ്പാണ്. അപ്പൊ എത്രയായി? 95%. ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പ്, ഈ ആക്ടിവിറ്റി എല്ലാം വരുന്ന വെറും 5%. അപ്പൊ ഇത് 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈ ഇൻഡസ്ട്രി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർ കെയർ ചെയ്യാത്ത ഒരു സാധനമാണ് പ്രോഗ്രസ് സ്റ്റെപ്പ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് കുറച്ചങ്ങോട്ട് ഗ്രോ ചെയ്ത് ലീഡർഷിപ്പിലാകുന്ന സമയത്ത് അപ്ലൈനും വേണ്ട, ഒരുത്തരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന കാറ്, ഇപ്പം നമ്മുടെ സിദ്ദിഖ് സാർ ഉപയോഗിക്കുന്ന കാറ് 5000-10000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് സർവീസ് ചെയ്യണം, ശരിയല്ലേ? സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകില്ലേ? ഇപ്പൊ സർവീസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സിദ്ദിഖ് സാർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സിദ്ദിഖ് സാറിന് അതിന് ഒരു കംപ്ലൈന്റ് കാണുന്നില്ല. അതേസമയം വർക്ക്ഷോപ്പിൽ കൊണ്ടുചെന്ന് അതിന്റെ മെക്കാനിക് അല്ലെ മേശരിക്ക് അറിയാൻ പറ്റും, അല്ലേ? അദ്ദേഹം ആ ഒരു കച്ച റോഡിൽ കൂടെ ഒരു കറക്കം കറങ്ങിയിട്ട് അത് പോയി ഇത് പോയി എന്നൊക്കെ പറയും, അല്ലേ? എന്താ കാര്യം? അദ്ദേഹത്തിനെ അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത്, ടീമിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്താ കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന ആള് നിങ്ങളുടെ അപ്ലൈനാണ്. അപ്ലൈനെ മറന്ന് ഈ ബിസിനസ് ചെയ്യരുത്. അപ്ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൈഡ് ലൈനാണ്. ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു പവർഫുൾ ആയിട്ടുള്ള മെന്റർ വേണം, ഒരു വ്യക്തി വേണം. ചില ആൾക്കാരുണ്ട്, ഈ ആഴ്ച ഒരു വ്യക്തി, അടുത്ത ആഴ്ച വേറൊരു വ്യക്തി. അങ്ങനെ പറ്റത്തില്ല. ഒറ്റ ഗൈഡൻസ്, ആ ഒരു വ്യക്തി ഉണ്ടായി. നിങ്ങളുടെ മെന്റർ ആരാണ്? ഇതിനകത്ത് മെന്റർ ഉള്ള ആൾക്കാരൊന്ന് തമ്പ് ചെയ്ത് ഈ ബിസിനസ്സിന് സമയമൊക്കെ താമസിച്ചു, കുഴപ്പമില്ല. നിങ്ങൾക്ക് മെന്റർ ഉണ്ടെന്ന് 100% നെഞ്ചി പിടിച്ച് വെച്ചിട്ട് പറയാം. മെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? മെന്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഗ്രോത്തിനകത്ത് 100% താല്പര്യമുള്ള ഒരാളായിരിക്കണം. നിങ്ങളുടെ എല്ലാ കാര്യം, ഇപ്പൊ ഉദാഹരണം സിദ്ദിഖ് സാറിന്റെ മെന്റർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ലിജിത്ത് ആണ് സിദ്ദിഖ് സാറിന്റെ മെന്റർ. ഞാൻ ലിജിത്തിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സിദ്ദിഖ് സാർ ഇപ്പൊ എവിടെ ഉണ്ടാവും? സിദ്ദിഖ് സാർ ഇപ്പൊ വയനാട് ഇവിടെ പോയേക്കാണ്, മനസ്സിലായി എന്ന് സിദ്ദിഖ് സാറിന്റെ മെന്ററായിട്ടുള്ള ലിജിത്തിന് പറയാൻ പറ്റും. ഇപ്പൊ സിദ്ദിഖ് സാറിന് എത്ര രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ എത്ര രൂപയുടെ അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കറക്റ്റ് ലിജിത്തിന്റെ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. വെറും ബിസിനസ് അല്ല, നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ മെന്റർ. ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് ബാക്കി സ്റ്റെപ്പുകൾ ഒന്നുമില്ലെങ്കിൽ തന്നെ ഒരു മെന്റർ, ഒരു ശക്തമായിട്ട് ലീഡർ നിങ്ങളെ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും. ആ വ്യക്തിയായിട്ടുള്ള റിലേഷൻ 100% സബ്മിഷൻ ഉണ്ടാവും. 100%. അദ്ദേഹമായിട്ട് മാസത്തിൽ 1-2 ദിവസം നിങ്ങൾ കൗൺസിൽ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ പോകുന്ന വേറെ റൂട്ടിലായിരിക്കും. നിങ്ങൾ താഴെ വരുന്ന ആൾക്കാർക്ക് ഇത് ഉണ്ടാകത്തില്ല. ഈ ബിസിനസിന്റെ പ്രത്യേകത, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒന്ന് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയണം, നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് സക്സസ് ആവണമെങ്കിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ കൊണ്ടുവരുന്ന അപ്ലൈൻ ലീഡർ എത്രത്തോളം നിങ്ങൾ റെസ്പെക്ട് ചെയ്യും, എത്രത്തോളം അദ്ദേഹമായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യും, അവിടെയാണ് നിങ്ങൾക്ക് സക്സസിലോട്ട് പോകുന്നത്. അല്ല നിങ്ങൾക്ക് ഈ ബിസിനസ്, ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ്, ഇന്ന് 7 മണിക്കുള്ള 7 AM ക്ലബ്ബ് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുന്നത് എന്നെ പോലെയുള്ള ഒരു വ്യക്തി ഇത്രയും ട്രെയിനിങ് കാര്യം, ഞാൻ നിങ്ങൾക്ക് അറിയത്തില്ല, ഇൻഹൗസ് ട്രെയിനിങ് 100 കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 2-3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം 100 കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ബാംഗ്ലൂരും മൈസൂറും എന്നെ കിട്ടിയിട്ടുള്ള ഇൻകം, ഞാൻ എന്റെ ഇന്റേണൽ ഗ്രോത്തിനായിട്ട് ഞാൻ ശരിക്കും പറയാൻ ഒരു 25 ലക്ഷത്തിൽ കൂടുതൽ രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്റെ ഇന്റേണൽ ഗ്രോത്തിനായിട്ട്. അപ്പം ഓരോ ദിവസം, എന്നിട്ട് ഞാൻ 7 മണിക്കുള്ള സെഷനും ഓരോ ട്രെയിനിങ് പ്രോഗ്രാമും ഒരു വാക്കുപോലും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുന്ന വീണ്ടും വീണ്ടും ഞാൻ പഠിക്കാനും വേണ്ടിയാണ്. ലേണിംഗ് ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ലീഡറായി. അതിന് ശരിക്കും പറഞ്ഞാൽ പൊസിഷൻ ലീഡർഷിപ്പ്, ഒരുപാട് ലീഡർഷിപ്പ് ലെവൽസ് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോ ദിവസവും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ടീച്ചബിൾ മെന്റാലിറ്റി ബിസിനസ്സിനകത്ത് ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ അപ്ലൈൻ ലീഡറുമായിട്ട് കണക്ഷൻ ആവശ്യമുണ്ട്. അപ്ലൈൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് ശരിക്കും പോകുന്ന ഒരു ഗർത്തത്തിലോട്ടാണ്. അതുകൊണ്ട്
എല്ലാവരുടെയും ക്ലിയർ ആയിട്ട് പറയുന്നത് നിങ്ങളുടെ അപ്ലൈനെ റെസ്പെക്ട് ചെയ്യുക, അവരുമായിട്ട് റിലേഷൻ, അപ്ലൈന്റെ എന്താ പറയുന്ന അവരുടെ വിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്ന അവര് നിങ്ങൾക്ക് തരുന്ന, അവര് ആഗ്രഹിക്കുകയും അവര് നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഗ്രോ ചെയ്യാൻ പോകും. അപ്ലൈനെ വിഷമിച്ചിപ്പിച്ചിട്ട് ഒരിക്കലും ഈ ബിസിനസ് ചെയ്യരുത്. അവരിൽ നിന്ന് ആ വിസ്ത നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ശരിക്കും നിങ്ങൾ അവരോടൊപ്പം എന്താ പറയുക കട്ടയ്ക്ക് നിൽക്കണം. ഓക്കെ. അതോടൊപ്പം തന്നെ പ്ലാനിങ്. ആ വ്യക്തിയുടെ നിയമം പറഞ്ഞു ഒരു പ്രോഗ്രസ് ചെക്കിന്റെ ഏറ്റവും പ്രധാനമായ പ്ലാനിങ് ആണ്. നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് ഓരോ ദിവസവും നിങ്ങൾ പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആഴ്ച ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഇരുന്ന് നിങ്ങളുടെ വർക്ക് പ്രോഗ്രസ് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ. അടുത്തെന്ന് പറയാൻ ഈ 7 സ്റ്റെപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 7 സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആണോ? 7 സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പ് ചെയ്തേ. ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. എത്ര പേരുണ്ട് ഈ 7 സ്റ്റെപ്പ് കറക്റ്റ് ഫോളോ ചെയ്യുന്ന? എത്ര പേരുണ്ട്? ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന 7 സ്റ്റെപ്പിനെയാണ് ശരിക്കും പറയുന്നത് ഈ സിസ്റ്റത്തെ താഴോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഫോളോ ദി സിസ്റ്റം 100%. ഈ സിസ്റ്റത്തെ 100% നമ്മൾ ചെയ്യുക. 99% അല്ല, 99 അരയല്ല, 100% സിസ്റ്റം ഫോളോ ചെയ്യുക. നിങ്ങളെ താഴെ വരുന്ന ആൾക്കാർ. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എഡിഫൈ ദി പ്രോജക്റ്റ്. നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ച് പറയുക. നമ്മുടെ പലപ്പോഴും സംഭവിക്കുന്ന നമ്മളെ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് വലിയ മതിപ്പൊന്നുമില്ല. ഡൗൺലൈൻ വിളിച്ചിട്ട് ഇതൊക്കെ നിലനിൽക്കും, ഇതൊക്കെ പോവും, ഞാനും ഇത് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു ഡൗൺലൈൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ കോൺഫിഡൻസ് കൊടുക്കുക. കട്ടക്ക് ഇത് ഭയങ്കര സംഭവമല്ലേ, എക്സൈറ്റഡ് ആയി കാണിക്കുക. എവിടെയാണ് നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്യാൻ പോകുന്നത്? മനസ്സിലായില്ലേ? പ്രോജക്റ്റിനെ കുറിച്ച് എംപവറിനെ കുറിച്ച് നിങ്ങളുടെ ലീഡേഴ്സിനെ എല്ലാവരും എഡിഫൈ ചെയ്യുക. നിങ്ങളുടെ അപ്ലൈ ഒരു 5 മണിക്ക് ഒരു മീറ്റ് വയ്ക്കുന്നു, നമ്മൾ ട്രാഫിക് ജാമിൽ പെടുന്നു, 5:15 5:30 അതിനു മുമ്പ് അപ്ലൈനെ വിളിക്കുക. അതിന്റെ തൊട്ട് താഴെയുള്ള ആൾക്കാർ അപ്ലൈൻ ഡൗൺലൈൻസിനെ വിളിക്കും. ഇങ്ങനെ അത് തന്നെ അല്ലേ, ഇയാളുടെ സ്ഥിരം പരിപാടി ഇത് തന്നെ. അവിടെ തീർന്ന് ബിസിനസ് കഴിഞ്ഞു. അവിടെ പറയേണ്ടത് എന്താണ്? സാർ അങ്ങനെയൊന്നുമല്ല, അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ. അത് ആ എഡിഫിക്കേഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബിസിനസ്സിനകത്ത്. നിങ്ങൾ അപ്ലൈനെ എഡിഫൈ ചെയ്തില്ലേ എഴുതി വെച്ചോ, നിങ്ങളുടെ താഴെയുള്ളവർ നിങ്ങളെ എഡിഫൈ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അപ്ലൈനെ എഡിഫൈ ചെയ്യുന്നു അതിന്റെ 10 ഇരട്ടി നിങ്ങൾക്ക് കിട്ടും. പല ആൾക്കാരുടെയും പ്രശ്നം എന്താണ്? ഒരു ടീമൊക്കെ ബിൽഡ് ചെയ്ത് ഒരു 10-100 പേരുള്ള ടീമൊക്കെ നമ്മൾ വലിയ ലീഡറായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഡൗൺലൈൻസ് എല്ലാം നമ്മളെ എന്താ പറയാ, നമ്മളെ സാറേ എന്ന് വിളിക്കും, നമ്മളെ എക്സൈറ്റഡ് ആണ്. പക്ഷെ ഒരു കാര്യം അപ്പോൾ കാണാം, നിങ്ങളുടെ ഒരു അപ്ലൈനെ നിങ്ങൾ പേര് പോലും പറയാത്ത ഒരു അവസ്ഥയിൽ പോയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവര് വാശിയാണ്. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ അപ്ലൈൻ എത്രത്തോളം പേരെടുത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എഡിഫൈ ചെയ്യുന്നു, അതാണ് നിങ്ങളുടെയുള്ള എഡിഫിക്കേഷൻ അവർ കൂട്ടാൻ പോകും, നിങ്ങളുടെ ഡൗൺലൈൻസ്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാർ ഇതിന്റെ അപ്പുറത്ത് കാണിക്കും അല്ലെ. നമ്മൾ 100 നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ 10% ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നിങ്ങൾ ഒരു ചീത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ 100 ഇരട്ടിയായിരിക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ്. എപ്പോഴും മനസ്സിലായിക്കുന്നു ഈ ബിസിനസ്സിലുള്ള പാഠവും. ഓക്കെ. ഇതിനകത്ത് നമുക്കറിയാം ഈ ബിസിനസ്സിനകത്ത് കടന്നു പോകുന്ന ഒരു ബിഗിനറായിട്ട് ഒരു ഡിപ്പെൻഡൻസ് സ്റ്റൈലാണ് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്നു അല്ലെ. അവിടെ നിന്ന് നമ്മളൊരു ഇന്റർ ഡിപ്പെൻഡന്റ്, ഈ 3 സ്റ്റൈലിലൂടെ നമുക്ക് കടന്നു പോകുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലേൺ, ഡു, ടീച്ച് ടു ടീച്ച്. ഈ 4 സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകണം. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ലേൺ, പഠിക്കുന്നു. ഒരു പുതിയൊരാൾ വരുന്നു, പ്ലാൻ പഠിക്കുന്നു, ബിസിനസ് പഠിക്കുന്നു, ഒന്നും അറിയത്തില്ല, പുതിയ ബിഗിനറാണ്. അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ താഴെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പ്ലാനൊക്കെ പറഞ്ഞു. ഡു, അവിടെയും ഒരു പ്രോസസ് ഉണ്ട്. ലേൺ എന്ന് പറയുന്ന ലാസ്റ്റ് വരെയുണ്ട്, ജീവിതകാലം മൊത്തം ഈ ബിസിനസ് ചെയ്യുന്നിടത്ത് വരെ ലേൺ ചെയ്തുകൊണ്ട് ചെയ്യുന്നു. അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് ടീച്ച്, ലേൺ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നു. ഓക്കെ. അവിടെ നിന്ന് 4ാമത്തെ സ്റ്റേജ്, അടുത്തത് ടീച്ച് ടു ടീച്ച്, പഠിപ്പിക്കും. മനസ്സിലായോ? ട്രെയിനേഴ്സിനെ ക്രിയേറ്റ്. ഇപ്പൊ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയാണ്, ഞാൻ ഇവിടെ ദുബൈയിലാണ്, ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ഓർഗനൈസേഷന് എല്ലാ ദിവസവും 40-നും 50-നും ഇടയിലുള്ള ആൾക്കാർ മീറ്റിങ്ങിന് കയറുന്നു എല്ലാ ദിവസവും 7 AM ക്ലബ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റിംഗ് കാര്യം, നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന ഒരാൾ പറയുന്നത് എന്റെ ടീമിൽ 1000 പേരാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ അല്ല, എത്ര ലീഡറുണ്ട്, സ്വന്തമായിട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? എന്റെ ഓർഗനൈസേഷനിൽ 20-ലധികം ആൾക്കാർ സ്വന്തമായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നു. അവിടെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പിലോട്ട് പോകും. അപ്പൊ ഇതിന്റെ കീ ആയിട്ടുള്ള ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. സ്പോൺസർ, ഇതിനകത്ത് വരുന്ന ആൾക്കാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 10 കൂടുതൽ ആൾക്കാരെ ബിസിനസ്സിനകത്ത് സ്പോൺസർ ചെയ്യാം, നേരിട്ട് ജോലി ചെയ്യും. അതിന് വിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അവരെ താഴോട്ട് സ്പോൺസർ ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തെന്ന് പറയുന്നത് നമ്മൾ അവരെ എന്താ പറയുന്നത്, ഒരു പ്രസന്റർ ആയിട്ട് മാറ്റണം. നമ്മളെ താഴെ എത്ര % ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതാണ് ഈ ബിസിനസിന്റെ നമ്മളെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ.
അതിനുശേഷം അവരെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യും. ഈ വരുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം, എല്ലാ മീറ്റിങ്ങുകളും നിങ്ങളുടെ അപ്ലയൻസ് ഇപ്പൊ നമ്മൾ ചെയ്ത ആ കാര്യങ്ങളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മളൊരു കോർ ടീം ഉണ്ടാക്കണം. ആ കോർ ടീമിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്തു. അപ്പൊ ഇതിനകത്ത് കാർഡിനൽ റൂൾസ് നമ്മൾ ചെയ്തു ഇത്ര നേരം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി ചെയ്തുകൂടാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നെവർ 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 പാസ് എനി നെഗറ്റീവ്സ് ടു ഡൗൺ ലൈൻസ് ആൻഡ് ക്രോസ് ലൈൻ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഒരു 1000 പേരെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നശിപ്പിക്കണമെങ്കിൽ ഈ കാര്യം ചെയ്തു കൊടുത്താൽ, നിങ്ങൾ താഴെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു കൊടുത്താൽ, നിങ്ങൾ അപ്ലൈനെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളെ പാല് കുടിക്കുന്ന പാലിൽ ഇത്തിരി വിഷമിട്ട് അങ്ങനെ ഇരിക്കും. അതിന് തുല്യമാണ് നെഗറ്റീവ് പാസ് ചെയ്യുന്നത്. ഒരു കാരണവശാൽ അപ്ലൈനെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ പ്രോജക്റ്റിനെ കുറിച്ചോ ഒരു നെഗറ്റീവ് താഴോട്ട് പാസ് ചെയ്യാൻ പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈന്റെ വേറെ ലെഗ്. അപ്ലൈന്റെ വേറെ ലെഗാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ താഴെയുള്ള ആൾക്കാരെക്കാളും ഇഷ്ടം അറിയും ക്രോസ് ലൈന്. ക്രോസ് ലൈൻ മറ്റ് ലെഗുകളിൽ പോയി നമ്മളെ ബിസിനസ് സംസാരിക്കുക, അവരൊന്ന് നെഗറ്റീവ് പറയുക, ഒരിക്കലും ചെയ്ത് ഈ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ ക്രോസ് ലൈൻ. ഞാനിപ്പോൾ ഒരുപാട് ടീമിലെ ക്രോസ് ലൈൻസ് എന്നെ കണക്ട് ചെയ്യാറുണ്ട്. എനിക്ക് അറിയത്തില്ല അവരെ സ്പോൺസർ ആരെന്നൊന്നും ഞാൻ തിരക്കാത്തത്. സത്യം, അവരെ സ്പോൺസർ ആര്, അവരാരാണ് ബിസിനസ്, അത് നമ്മളെ കാര്യമില്ല. അപ്പൊ നമ്മൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ പൈസ ഇടപാട് വളരെ, കാരണം നമുക്ക് ഈ ഐഡിയ അടിക്കുന്ന നമ്മളൊരു സ്ഥലത്ത് വർക്കിന് പോകുന്നു, അപ്ലൈൻ ചെന്ന് ഡൗൺലൈൻ വർക്ക് ചെയ്യുന്നു, അവന് ഒരു 6 കോൺട്രാക്ട് അടിച്ച് 45,000 കിട്ടി, പെട്രോൾ അടുപ്പിക്കുക. അവന്റെ എന്താ പറയുന്ന, അതായത് ഡൗൺലൈനിന്റെ പൈസയും അപ്ലൈന്റെ പൈസ സ്വന്തം പൈസ ആയിട്ട് കാണും ചില ആൾക്കാർ. ഒരിക്കലും ചെയ്യും. ഡൗൺലൈനിന്റെ പൈസ ഡൗൺലൈൻ്റെ ആണ്, അപ്ലൈന്റെ ആണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, പൈസ ഇടപാട് കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ലേഡീസ് ഒക്കെ ഒരുപാട് കണക്ട് ചെയ്യുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ കൊണ്ടുപോവുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇതില് ലാസ്റ്റ് ഞാൻ ഒരു സ്ലൈഡും കൂടെ പറഞ്ഞിട്ട് അവസാനിക്കാം. ഇതിനകത്ത് നമുക്കറിയാം ഏത് കാര്യം നമ്മൾ 21 days ചെയ്യുന്ന സമയത്താണ് ശരിക്കും നമ്മൾ എന്താവുന്നത്, ഒരു ഹാബിറ്റായിട്ട് മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു LKG സ്റ്റുഡന്റ് കണക്കായിരിക്കും നമ്മൾ കൊണ്ടുവരുന്ന ഒരാൾ. അദ്ദേഹത്തെ ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങിനകത്ത് കയറ്റി കഴിഞ്ഞാൽ 100% അദ്ദേഹം എന്തത് ഈ ബിസിനസ്സിനകത്ത് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തോളും. അപ്പൊ അതുവരെ നമ്മളുണ്ടാവണം. കാരണം നമ്മൾ മീറ്റിംഗ് കയറിയിട്ട് നമ്മൾ ഡൗൺലൈനെ പ്രൊമോട്ട് ചെയ്ത് മീറ്റിംഗ് കൊണ്ടുപോകാന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല. ഒരിക്കലും പറ്റില്ല. അവര് നമ്മളെക്കാളും ബുദ്ധിമാരാണ്. ആദ്യത്തെ മീറ്റിംഗിന് ചിലപ്പോൾ അപ്ലൈ ഇല്ല കയറും, രണ്ടാമത്തെ മീറ്റിംഗ് അപ്ലൈ ഇല്ലെങ്കിൽ അവർ പിന്നെ കയറാൻ പോകും. അതുകൊണ്ട് നമ്മൾ അതിനകത്തുണ്ടെന്ന് ഉറപ്പാക്കുക, അവരെ കണ്ടിന്യൂസ്. അതോടൊപ്പം തന്നെ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത 90 ദിവസത്തെ പ്ലാനാണ്. 90 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബിസിനസിന്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യും. 50 ദിവസമല്ല, 60 ദിവസമല്ല, 90 ദിവസം. 90 ദിവസം ഇന്ന് തൊട്ട് 90 ദിവസത്തെ ഒരു പ്ലാനായിട്ട് ഇതിനെ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്ത് നിങ്ങളെ ഫ്യൂലായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന 2 കാര്യം. ഒന്ന്, മോട്ടിവേഷൻ, ഡിസിപ്ലിൻ. നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. എപ്പോഴും നമ്മളെ ഡൗൺലൈൻസ് നമ്മൾ കാണുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്യുക, എനർജറ്റിക് ആയിരിക്കണം. നിങ്ങളുടെ ഡൗൺ ചിലപ്പോൾ ഞാൻ എന്നെ പല ദിവസങ്ങളിലും പല ആൾക്കാരും, ഞാൻ ഉറങ്ങിയതിന് ശേഷം വിളിക്കുന്ന ആൾക്കാരും, ഉറങ്ങിയതിന് ശേഷം വിളിച്ചാൽ എന്റെ ഡൗൺലൈൻ വിളിച്ചു കഴിഞ്ഞാൽ ചാടി എണീറ്റ് എക്സൈറ്റ്, സാർ ഉറങ്ങിയായിരുന്നു, എവിടെ നിന്ന് ഉറങ്ങി, ഞാൻ ഉറങ്ങി കിടക്കേ. ആ രീതിയിലായിരിക്കണം. ചില ആൾക്കാർ ഉറങ്ങി കിടക്കുമ്പോൾ വിളിക്കുന്നത് ഞാൻ ഡൗൺലൈൻ ചീത്ത വിളിക്കുന്ന ആൾക്കാർ. അപ്പൊ എൻ്റെ ഒരാൾ കംപ്ലൈന്റ് വന്നു, ഞാൻ എൻ്റെ അപ്ലൈനെ സാറ് പറഞ്ഞു കേട്ടോണ്ട് ഞാൻ വിളിച്ചു, ലാസ്റ്റ് കോള് അപ്ലൈനെ വിളിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചപ്പോഴത്തേക്ക് ഉറക്കം വരുന്നു, ചീത്ത വിളിച്ചെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ അപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ എനർജി ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ബിസിനസ് ചിലപ്പോൾ തളർന്ന് ഒരു 5 പേർക്ക് പ്ലാൻ കൊടുത്ത് അവർ ആരും ജോയിൻ ചെയ്യാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു അപ്ലൈനെ വിളിക്കുന്ന സമയത്ത് അവർ ആ ഒരൊറ്റ കോളിൽ കൂടെ തന്നെ നമ്മൾ പോസിറ്റീവ് ആക്കി കൊടുക്കും. ആ ലെവലിൽ എനർജി നമ്മൾ എമിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആവട്ടെ. ഇപ്പൊ തന്നെ നമ്മൾ കയറി ഏകദേശം 260-70 പേരുണ്ടായിരുന്നു, ഇപ്പൊ 204. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് ഈ ഇരിക്കുന്ന 204 വരെ. 204 പേര് ശരിക്കും ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ബിസിനസ് കൊണ്ടേ പോകുമെന്ന് തീരുമാനം എടുത്ത ആൾക്കാർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ക്ലാപ്പ് കൊടുക്കുക. ഡിസിപ്ലിൻ ആണ് ഏറ്റവും പ്രധാനം. എല്ലാ മീറ്റിംഗ് സമയത്ത് അറ്റൻഡ് ചെയ്യുക. ഏറ്റവും മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് അസോസിയേറ്റ് ചെയ്യും. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് നിങ്ങളെ പുറത്താക്കുന്ന എങ്ങനെയാണ്, ഇത് ക്ലോസ് ചെയ്യുന്ന സമയമാണ്. എന്നിട്ട് പോകുന്ന ആൾക്കാരാണ് ശരിക്കുള്ള ലീഡർ എന്ന് പറയുന്നത്. ആ ഒരു ലെവലിലോട്ട് നമ്മൾ ലീഡർഷിപ്പ് ഗ്രോ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഗ്രോ ചെയ്താൽ മാത്രമേ നമ്മളെ ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യും. നമ്മളെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്റേണൽ ഗ്രോത്ത് ആണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഓരോ ദിവസവും നമുക്ക് വേണ്ടി എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. എല്ലാ ദിവസവും നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച്, നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തേണ്ട കാര്യങ്ങൾ ദിവസവും നമ്മൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഞാൻ എല്ലാ ദിവസവും ഒരു 1 മണിക്കൂറെങ്കിലും മിനിമം എന്റെ ഗ്രോത്തിന് വേണ്ടി, എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. ബിസിനസ് പിന്നെയുള്ള കാര്യം. നിങ്ങൾക്ക് എത്ര ഒന്നാലോചിച്ച് 24 മണിക്കൂർ, 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും. ഈ ബിസിനസ് നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി മാക്സിമം എഫർട്ട് എടുക്കുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ.